സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നാം കേരളവാണിയുടെ ഭാഗം 57ലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദശമസ്കന്ധം 8-ാം അധ്യായത്തിലെ കുന്തിസ്തുതി എന്ന പ്രകരണമാണല്ലോ ഇപ്പോൾ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗം 56-ൽ 23, 24, 25 എന്നീ ശ്ലോകങ്ങൾ അപഗ്രഥിച്ചു. സർവേശ്വരനായ ഭഗവാൻ പുരുഷോത്തമൻ തൻ്റെ സഹോദരപുത്രനായി കൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ച് തന്നെയും തൻ്റെ പുത്രന്മാരെയും നിരന്തരം ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്ന് അനുസ്മരിച്ചു. അതുകൊണ്ട് തന്നെ തനിക്കും തൻ്റെ പുത്രന്മാർക്കും നിരന്തരം ആപത്തുകളും ഭഗവത് ദർശനവും വന്നുകൊണ്ടേയിരിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് ഭാഗം 56ന്റെ ചുരുക്കം. തുടർന്ന് ലൗകിക സുഖവും സമ്പത്തുമാണ് താൻ ആഗ്രഹിച്ച് നേടുന്നത് എങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന പരിണിതഫലം എന്ത് എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. ജന്മ ഐശ്വര്യ ശ്രുതശ്രീഭിരേധമാനമദ പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാം അകിഞ്ചന ഗോചരം. ജന്മ ഐശ്വര്യ ശ്രുത ശ്രീഭി, ജനനം, ഐശ്വര്യം, വിദ്യ, ശ്രീ ഇത്യാദികളാൽ ഏധമാനമദഃ പുമാൻ, മതം വർദ്ധിച്ചവനായ ഒരു മനുഷ്യൻ, അകിഞ്ചനഗോചരം, അകിഞ്ചനന്മാർക്ക് മാത്രം കാണുവാൻ അർഹനായ ത്വാം അങ്ങയെ, അഭിധാതും വൈ പറവാൻ പോലും ന ഏവ അർഹതി അർഹിക്കുന്നേയില്ല. ഭഗവത് ഭക്തിയുടെ അടിസ്ഥാനം ലൗകിക ജീവിത സുഖങ്ങളല്ല എന്ന് സമർത്ഥിക്കുന്നു ഇവിടെ കുന്തിദേവി. ജന്മാദി ഗുണങ്ങളാൽ വർദ്ധിച്ചതായ അഹങ്കാരം ഒരുത്തിനിൽ ഉണ്ടെങ്കിൽ അവന് ഭഗവത് നാമത്തെ ഉച്ചരിക്കാൻ പോലും സാധിക്കുകയില്ല. പിന്നെയുണ്ടോ ഭഗവത് സ്മരണയുടെ കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ടു. പ്രശസ്തമായ ഒരു കുടുംബത്തിലെ ജനനം, പ്രഭുത്വം, ഉന്നത വിദ്യാഭ്യാസം, ധാരാളം സമ്പത്ത് ഇത്യാദികൾ പ്രായേണ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നു. കേവലം ഭക്തന്മാർക്കു മാത്രം പ്രാപ്യനുമായ ഭഗവാൻ ഭൗതിക ശ്രേയസ്സുകളാൽ അഹങ്കരിച്ചവന് ലഭ്യമല്ല എന്നർത്ഥം. അർത്ഥവും കാമവും വേണ്ടതിലുമധികം അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് മിക്കവാറും അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈശ്വരസ്മരണ ഉണ്ടാവുകയേയില്ല. അഭിധാതും എന്നതിന് ശ്രീകൃഷ്ണ ഗോവിന്ദേതി വക്തുമഭി എന്നാണ് ശ്രീധരാചാര്യർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. അതായത് അഹങ്കാരികൾക്ക് ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കുകയില്ല. നാമം ജപിക്കാൻ പോലും അവർക്ക് മനസ്സ് വരികയില്ല, നാവ് പൊങ്ങുകയില്ല എന്നർത്ഥം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തിന് കാരണമായി തീരാവുന്നതായ ചില കാരണങ്ങളെ കുന്തിദേവി ഇവിടെ സൂചിപ്പിക്കുന്നു. അതിലൊന്ന് ജന്മം. നല്ലൊരു കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഒരു അഹങ്കാരത്തിന് കാരണമായി തീരും. ഞാൻ വളരെ നല്ലൊരു കുലത്തിൽ ജനിച്ചവനാണ്, മറ്റുള്ള പലരും നീചകുലത്തിൽ ജനിച്ചവരാണ്, അവരെല്ലാം എന്നേക്കാൾ താഴെയാണ്, ഞാനാണ് ഏറ്റവും കേമൻ എന്നൊക്കെയുള്ള തോന്നലുകളാണ് ജന്മം കൊണ്ടുള്ളതായ അഹങ്കാരം. ഇതുപോലെ തന്നെ സമ്പത്ത് കൂടിയവന് സമ്പത്ത് കുറഞ്ഞവനോട് പുച്ഛവും അവഗണനയും, ഉന്നത വിദ്യാഭ്യാസം നേടിയവന് വിദ്യാഭ്യാസം തീരെ ലഭിക്കാത്ത പാമരന്മാരോട് എന്തെന്നില്ലാത്തൊരു അവഗണനയും ദ്വേഷ്യവും അകറ്റി നിർത്തലും, എന്തെങ്കിലും പ്രവൃത്തികളുടെ പേരിൽ കീർത്തി ലഭിച്ചവന് അതിൻ്റെ പേരിലുള്ള ഒരു അഹങ്കാരവും, ഇതെല്ലാമാണ് കുന്തിദേവിയുടെ വാക്കുകളിലൂടെ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏധമാനമദഃ പുമാൻ. ഏധമാനഃ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന അഹങ്കാരം എന്നർത്ഥം. ഗുണങ്ങൾ കൂടുതലായി ആർജിക്കുന്നതനുസരിച്ച് അഹങ്കാരവും വർദ്ധിക്കുന്നു. അവർക്ക് ഭഗവത് സ്മരണ ഉണ്ടാവുകയില്ല, ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കുകയുമില്ല. എന്നാൽ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഐശ്വര്യാദി ഗുണങ്ങളുള്ള എല്ലാവരും അഹങ്കാരികളാണ് എന്ന് ഇവിടെ അർത്ഥമില്ല. അഹങ്കാരത്തിനൊരു കാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് സമ്പത്ത്, കീർത്തി തുടങ്ങിയ ഗുണങ്ങളല്ല അപകടകാരണമായി തീരുന്നത്, മറിച്ച് അവയിൽ നിന്നുളവാകുന്ന അഹങ്കാരത്തെയാണ് നാം പേടിക്കേണ്ടത്. അകിഞ്ചന ഗോചര, അകിഞ്ചനന്മാർക്ക് മാത്രം കാണാൻ സാധിക്കുന്നവൻ, അതായത് അകിഞ്ചനന്മാർക്ക് മാത്രം പ്രാപ്യനായവൻ എന്നർത്ഥം. അകിഞ്ചനൻ എന്ന വാക്കിന്റെ വിശദീകരണം അടുത്ത ശ്ലോകത്തിൽ അനുസ്മരിക്കാം. അഹങ്കാരികൾക്ക് ഭഗവത് അനുഗ്രഹം ലഭ്യമല്ല എന്നുള്ളതിന് ശ്രീമദ് ഭാഗവതത്തിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് മഹാബലിയുടെ ചരിത്രം. സർവസ്വദാനം ചെയ്തിട്ടും മഹാബലിയെ അനുഗ്രഹിക്കാൻ എന്താണ് താമസം എന്ന് ബ്രഹ്മാവ് വാമനമൂർത്തിയോട് ചോദിക്കുന്ന സമയത്ത്
ഇതാ വാമനമൂർത്തി അരുളി ചെയ്യുന്നു. ജന്മകർമ്മവയോരൂപവിദ്യ ഐശ്വര്യധനാദിഭി യദ്യസ്യ ന ഭവേൽ സ്തംഭ തത്ര അയം മദനുഗ്രഹ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 22-ാം അധ്യായം 26-ാം ശ്ലോകം. ഉന്നത കുലത്തിലെ ജന്മം, സൽക്കർമ്മങ്ങൾ, യൗവനം, സൗന്ദര്യം, ഉന്നത വിദ്യാഭ്യാസം, ഐശ്വര്യം, സമ്പത്ത് എന്നിവ കൊണ്ട് യാതൊരാൾ അഹങ്കരിക്കുന്നില്ലയോ അവൻ എൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ താല്പര്യാർത്ഥം. രുക്മിണ്യാദികളുടെയും അർജുനന്റെയും, എന്തിനധികം പറയുന്നു, ഗോപികമാരുടെ പോലും അഹങ്കാരം ഭഗവാൻ സഹിക്കുകയില്ല എന്ന് ഭാഗവതത്തിലെ സന്ദർഭങ്ങൾ നമ്മെ നല്ലവണ്ണം പഠിപ്പിക്കുന്നു. കുന്തിദേവി അനുസ്മരിച്ച വിഷയങ്ങളൊന്നുമല്ല ഗോപികമാരെ അഹങ്കാരത്തിലേക്ക് നയിച്ചത്. സൗഭഗമതം എന്നൊരഹങ്കാരമാണ് അവർക്കുണ്ടായത്. സൗഭഗം ഭാഗ്യം, ഭാഗ്യം കൊണ്ടുണ്ടാവുന്ന അഹങ്കാരം. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരെ രാസക്രീഡയിലൂടെ ആനന്ദിപ്പിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ തങ്ങളെപ്പോലെ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമായി ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്നൊരഹങ്കാരം ഉടലെടുത്തു. താസാം തൽ സൗഭഗമദം വീക്ഷ്യമാനം ച കേശവ പ്രശമായ പ്രശാന്തായ തത്രൈവാന്തരധീയത. ദശമസ്കന്ധം 29-ാം അധ്യായത്തിലെ 48-ാം ശ്ലോകം. ഗോപികമാരുടെ ഇപ്രകാരത്തിലുള്ള സൗഭാഗ്യാഹങ്കാരത്തെ കണ്ട് ഭഗവാൻ അവരുടെ മുന്നിൽ നിന്ന് അന്തർധാനം ചെയ്തു. ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് കുന്തിദേവി ഇവിടെ ആപത്ത് മാത്രം വരമായിട്ട് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ വരം പ്രാർത്ഥിച്ചുകൊണ്ട് കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് നമസ്കരിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ നമോ അകിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. നിവൃത്ത ഗുണവൃത്തയേ നമഃ. അകിഞ്ചനവിത്തായ നമഃ. ആത്മാരാമായ നമഃ. ശാന്തായ നമഃ. കൈവല്യപതയേ നമഃ. നിവൃത്ത ഗുണവൃത്തയേ, ഗുണവൃത്തികളിൽ നിന്ന് വിരമിച്ചവനും, അകിഞ്ചനവിത്തായ ച തുഭ്യം നമഃ. അകിഞ്ചനന്മാർക്ക് വിത്തമായവനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ആത്മാരാമായ, ആത്മാരാമനും, ശാന്തായ, ശാന്തനും, കൈവല്യപതയേ ച തുഭ്യം നമഃ. മോക്ഷപ്രദനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ദരിദ്രന്മാർക്ക് ധനമായവനും, ഗുണവൃത്തികളിൽ നിന്ന് വിരമിച്ചവനും, ആത്മാവിൽ തന്നെ രമിക്കുന്നവനും, ശാന്തനും, മോക്ഷപ്രദനുമായ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, ഇതാ ഈയുള്ളവൾ അങ്ങയ്ക്ക് സർവാത്മന നമസ്കാരം സമർപ്പിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് 5 വിശേഷണങ്ങൾ ഈ ശ്ലോകത്തിൽ കുന്തിദേവി പ്രയോഗിച്ചിരിക്കുന്നു. ഗഹനമായ ശാസ്ത്രതത്വങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഇവ ഓരോന്നും. ഇത് കുന്തിദേവിയുടെ ശാസ്ത്രജ്ഞാനത്തെ വെളിവാക്കുന്നു. താൻ കേവലം അജ്ഞയാണ്, ഭഗവാന്റെ മഹാത്മ്യത്തെ വേണ്ട പോലെ ധരിക്കാൻ സാധിക്കാത്തവളാണ്, അതുകൊണ്ട് സങ്കീർത്തന സ്വരൂപത്തിലാണ് ഞാൻ സ്തുതിക്കുന്നത് എന്ന മട്ടിലാണ് കുന്തിദേവി തന്റെ സ്തുതി ആരംഭിച്ചത്. എങ്കിലും അറിയാതെ തന്നെ മനസ്സിലുള്ളതായ ആ ശാസ്ത്ര വിഷയങ്ങൾ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. താൻ അജ്ഞാനിയാണ് എന്ന കുന്തിദേവിയുടെ പ്രസ്താവന വാസ്തവത്തിൽ അവരുടെ ജ്ഞാനത്തിന്റെ അഗാധതയാണ് പ്രകാശിപ്പിക്കുന്നത് എന്ന് വേണം പറയാൻ. കുന്തിദേവി സ്വയം ആരോപിക്കുന്ന അജ്ഞത അവർക്കുള്ള ബ്രഹ്മജ്ഞാനത്തിന്റെ യഥാർത്ഥ ലക്ഷണമാണെന്ന് ശ്രുതിവാക്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യസ്യ അമതം തസ്യ മതം, മതം യസ്യ ന വേദസ, അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. കേനോപനിഷത്തിലെ ഈ ശ്ലോകം ശ്രീധരവാര്യർ അർത്ഥപ്രകാശിനിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ബ്രഹ്മത്തെക്കുറിച്ച് തനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. മറിച്ച് ബ്രഹ്മത്തെ അറിയാമെന്ന് അഭിമാനിക്കുന്നവൻ ശരിക്കും ബ്രഹ്മത്തെ അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നവർക്ക് അറിയാൻ കഴിയാത്തതും അറിഞ്ഞിട്ടില്ലെന്ന് ബോധമുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞതുമാണ് ബ്രഹ്മം എന്നിപ്രകാരമാണ് ആ കേനോപനിഷദ് വാക്യത്തിന്റെ അർത്ഥം. കുന്തിദേവി ബ്രഹ്മജ്ഞാനത്തെ ആർജിച്ചവൾ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി കുന്തിദേവി വിശേഷിപ്പിച്ചതായ ആ വിശേഷണ പദങ്ങളുടെ താല്പര്യം എന്ത് എന്നൊന്ന് അപഗ്രഹിച്ചു നോക്കാം. അകിഞ്ചനൻ എന്ന പദത്തിന് ദരിദ്രൻ എന്നാണ് വാക്യാർത്ഥം. എന്നാൽ ഇവിടെ സാമ്പത്തികമായ പ്രാരബ്ധം അനുഭവിക്കുന്നവരെന്ന് മാത്രം അർത്ഥം കൽപ്പിച്ചാൽ പോരാ, കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. നാസ്തി പരമാർത്ഥതയാ അഭിപ്രേതം ഭവതോ അന്യൽ കിഞ്ചനാപി വസ്തു യേഷാം തേ അകിഞ്ചനാഹ ഏകാന്തഭഗതാഹ എന്നാണ് ഈ പദത്തിനൊരു വ്യാഖ്യാനം. ഭഗവാങ്കിൽ നിന്ന് വ്യത്യസ്തമായി വേറെ എന്തെങ്കിലും ഒന്നുണ്ടെന്ന് വിശ്വസിക്കാത്തവർ
അഥവാ ഏകാന്ത ഭക്തന്മാർ എന്നർത്ഥം. ദരിദ്രർ എന്ന അർത്ഥത്തിൽ അകിഞ്ചനന്മാർക്ക് ധനമായി ഭവിക്കുന്നത് ഭഗവാൻ തന്നെയാണ്, ഭൗതികമായ സമ്പത്തല്ല എന്നർത്ഥം. അതാണ് കുന്തിദേവി ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ അകിഞ്ചനവിത്തൻ, അതായത് അകിഞ്ചനധനൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത്. മഹർഷീശ്വരന്മാരെ നാം തപോധനന്മാർ എന്ന് പറയാറുണ്ട്. തപസ്സാണ് അവരുടെ ധനമായി വർത്തിക്കുന്നത്. അതുപോലെ ഏകാന്ത ഭക്തന്മാർക്ക് ഭഗവാൻ ധനമായതിനാൽ ഭഗവാനെ അകിഞ്ചനവിത്തൻ എന്ന് സംബോധന ചെയ്യുന്നു. ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായം 6-ാം ശ്ലോകത്തിൽ ഈ പദത്തിന്റെ താല്പര്യം വരുന്നതായി കാണാം. നിഷ്കിഞ്ചനാനാം നൃപയദ്ധനം വിദു എന്നിങ്ങനെ. അടുത്ത വിശേഷണം ആത്മാരാമൻ എന്നാണ്. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ആരാമമായുള്ളവൻ അഥവാ ആത്മാവിൽ രമിക്കുന്നവൻ എന്നർത്ഥം. ആത്മാ ഏവ ആരാമഃ യസ്യ സഹ എന്ന് ബഹൂരീഹി സമാസം. ആത്മാവാണോ യാതൊരാൾക്ക് ആരാമമായി വർത്തിക്കുന്നത് അദ്ദേഹം എന്നർത്ഥം. ആത്മനി ആരമതി ഇത്യാത്മാരാമഃ എന്ന് ഉപപദ സമാസം. ആത്മാവിൽ തന്നെ ആരമിക്കുന്നവൻ എന്നതിനാൽ ആത്മാരാമൻ. ആത്മാരാമന്റെ ലക്ഷണങ്ങൾ ഛാന്തോഗ്യം, മുണ്ടകം തുടങ്ങിയ ഉപനിഷത്തുകളിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമാണ്. അഥാത് ആത്മാദേശ ഏവ ആത്മേവാധസ്ഥാൽ ആത്മോപരിഷ്ടാത് ആത്മാ പശ്ചാത് ആത്മാ പുരസ്താത് ആത്മാ ദക്ഷിണതഃ ആത്മോത്തരതഃ ആത്മേവേദം സർവമിതി. ഛാന്തോഗ്യോപനിഷത് വാക്യം. ആ വാക്യത്തിന്റെ മലയാള പരിഭാഷ നമുക്ക് നോക്കാം. ഇനി ആത്മാദേശം പറയപ്പെടുന്നു. താഴെയും മുകളിലും പിന്നിലും മുന്നിലും വലത്തും ഇടത്തും എല്ലാം ആത്മാവ് തന്നെ. ഇങ്ങനെ എല്ലായിടത്തും ആത്മാവെന്നു കാണുകയും മനനം ചെയ്യുകയും അറിയുകയും ചെയ്യുന്നവൻ ആത്മാവിൽ തന്നെ രമിക്കുന്നു, ക്രീഡിക്കുന്നു, ദ്വന്ദ്വസുഖം അനുഭവിക്കുന്നു, ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നു. അങ്ങനെയുള്ളവൻ സ്വസാമ്രാജ്യത്തിൽ ചക്രവർത്തിയുമാകുന്നു. അടുത്ത വിശേഷണമാണ് ശാന്തായ നമഃ. സത്വാദി ഗുണങ്ങളുടെ ക്ഷോഭമണങ്ങി നിർവികാരനായിരിക്കുന്നവനാണ് ശാന്തൻ. യാതൊരാളുടെ മനസ്സിലാണോ സത്വരജസ്തമോ ഗുണങ്ങൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ സമമായ അവസ്ഥയിൽ വർത്തിക്കുന്നത്, അദ്ദേഹം ആ ഗുണവൃത്തികളിൽ നിന്നെല്ലാം വിരമിച്ച് ശാന്തഭാവത്തിലിരിക്കും. അടുത്ത പദമാണ് കൈവല്യപതയേ നമഃ. കൈവല്യപതി എന്ന് പറഞ്ഞാൽ കൈവല്യത്തിൻ്റെ അധിപതി. കൈവല്യം മോക്ഷം, അതിൻ്റെ അധിപതി. അതായത് മോക്ഷത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, മോക്ഷത്തെ അർഹിക്കുന്നവർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. ഇവിടെ കൈവല്യം എന്ന പദത്തിന് പരമപുരുഷാർത്ഥമായ മോക്ഷം എന്ന് വേദാന്തത്തിൽ അർത്ഥം കൽപ്പിക്കുന്നു. അമൃതത്വം മോക്ഷത്തിന്റെ പര്യായമായി വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആനന്ദപ്രദമായ ബ്രഹ്മപ്രാപ്തിയാണ് മോക്ഷം. അത് ശോകങ്ങളുടെ ശമനമാണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയായി തീരും എന്നും ആത്മജ്ഞാനി ശോകത്തെ ജയിക്കും എന്നും ശ്രുതിപ്രമാണമുണ്ട്. മോക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകം തുടങ്ങിയ അന്യലോകങ്ങളിലേക്ക് എത്തിച്ചേരലോ അവിടെയുള്ള സുഖങ്ങളെ അനുഭവിക്കലോ അല്ല. അതാണ് മോക്ഷമെങ്കിൽ സുഹൃതം ക്ഷയിക്കുമ്പോൾ വീണ്ടും ജനിക്കേണ്ടി വരും. എന്നാൽ പുനരാവൃത്തിരഹിതമായ അവസ്ഥയാണ് മോക്ഷമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സാഖ്യശാസ്ത്രപ്രകാരം കൈവല്യമെന്നാൽ ത്രിഗുണങ്ങളിൽ നിന്നും അന്യമായ അവസ്ഥ അഥവാ താപത്രയ വിമുക്തമായ അവസ്ഥ എന്നർത്ഥം. കിഞ്ചന അന്യൽ കൈവല്യം കേവലഭാവഃ. കൈവല്യം അന്യത്വം ഇത്യർത്ഥഃ. ത്രിഗുണേഭ്യഃ കേവലഃ അന്യ എന്ന് സാഖ്യകാരികയിൽ പറഞ്ഞിരിക്കുന്നു. യോഗശാസ്ത്രപ്രകാരം പുരുഷാർത്ഥശൂന്യാനാം ഗുണാനാം പ്രതിപ്രസവഃ കൈവല്യം സ്വരൂപപ്രതിഷ്ഠാവാ ചിതിശക്തേരിതി. പുരുഷനു നിഷ്പ്രയോജനങ്ങളായ ഗുണങ്ങളുടെ തിരിച്ചുള്ള ലയമാണ് കൈവല്യം, അഥവാ അത് ചിതിശക്തിക്കു സ്വരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഇപ്രകാരം കൈവല്യം എന്ന പദത്തിന് ഏത് അർത്ഥത്തെ വിചാരിച്ചാലും എല്ലാ അർത്ഥത്തിലും ഭഗവാൻ തന്നെയാണ് അതിനധിപതി എന്ന് സാരം. ഭഗവാനെ കാലസ്വരൂപനായി കണ്ടുകൊണ്ട് സ്തുതിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. മന്യേ ത്വാം കാലമീശാനമനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥ കലി. ത്വാം അങ്ങയെ, കാലം കാലസ്വരൂപനും, ഈശാനം ഈശനും, അനാദിനിധനം ആദ്യന്തവിഹീനനും, വിഭും സർവശക്തനും, സർവത്ര എവിടെയും സമം ചരന്തം സമത്വമുള്ളവനും മന്യേ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ ഭൂതാനാം മിഥഃ കലിഹി, ഭൂതങ്ങൾ തമ്മിൽ കലഹിക്കുന്നു. ഇപ്പോൾ കുന്തിദേവി ഇതാ ശ്രീകൃഷ്ണ ഭഗവാനെ കാലസ്വരൂപനായിട്ട് കാണുന്നു.
ഇവിടെ അതിനൊരു കാരണം വേണമെങ്കിൽ പറയാം. ഭഗവാന്റെ മനസ്സിൽ അച്ഛൻ പെങ്ങളായ ഈ കുന്തി ദേവി എന്തിനാണ് തന്നെ വെറുതെ എങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ശങ്ക ഉണ്ടാവാം. നനു ദേവകീപുത്രം മാം കഥം ഏവം സ്തൗഷീത്യാശങ്ക്യ ആഹ അന്യേ ഇതി. ദേവകീപുത്രനായ എന്നെ എന്തിനു അമ്മ സ്തുതിക്കുന്നു എന്ന് ഉള്ള ആ ശങ്കയെ പരിഹരിക്കുന്നു മന്യേ എന്ന ശ്ലോകത്തിലൂടെ. ശ്രീ ഗിരിധരാചാര്യരുടെ ബാലപ്രബോധിനി എന്ന വ്യാഖ്യാനത്തിലെ വാക്യം. കുന്തിദേവി പറയുന്നു, കൃഷ്ണനെ ഞാൻ എൻ്റെ ഏട്ടന്റെ പുത്രൻ എന്ന രീതിയിൽ മാത്രമല്ല ചിന്തിക്കുന്നത്, പിന്നെയോ കാലം മന്യേ, ഞാൻ കൃഷ്ണനെ കാലമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അനാദി മധ്യരഹിതനായ ഈശ്വര ചൈതന്യമായി കാണുന്നു. സർവവിഷയങ്ങളെയും വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ കഴിവുള്ള വിഭുവും ഈശാനനുമായിട്ട് ഇതാ ഞാൻ കണക്കാക്കുന്നു. അങ്ങ് എല്ലാ പ്രാണികളിലും സമബുദ്ധിയോടെ വർത്തിക്കുന്നു. എന്നാൽ പ്രാണികൾ അത് മനസ്സിലാക്കാതെ സ്വയം കലഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രാണികൾ കലഹിക്കുന്നതിൽ അല്ലയോ ഭഗവാനെ അങ്ങേക്കൊരു പങ്കുമില്ല എന്നുള്ളതാണല്ലോ വാസ്തവം. ഇവിടെ കാലം എന്ന പദത്തെ ഒന്ന് അപഗ്രഥിക്കേണ്ടതായി വന്നിട്ടുണ്ട്. കാലം ഭൂതഭവിഷ്യത് വർത്തമാനങ്ങളുടെ പ്രതീതിയുണ്ടാക്കുന്ന സംബന്ധസത്ത, ധർമാധർമ്മങ്ങളെയും ആയുസ്സിനെയും എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് എന്നെല്ലാം ശബ്ദതാരാവലിയിൽ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. സർവാണ്യേവ ഭൂതാനി കാലേതി ക്ഷയം മൈതീത്യർത്ഥ എന്ന ഈ നിരുക്തവാക്യത്തിന്റെ വ്യാഖ്യാനം. ഭൂതഭവിഷ്യത് വർത്തമാനങ്ങളുടെ പ്രതീതിയുളവാക്കുന്ന സംബന്ധസത്ത എന്നതുകൊണ്ട് സർവചരാചരങ്ങളിലും ഇന്നലെ, ഇന്ന്, നാളെ എന്ന ആ ഭാവം ഉളവാക്കിക്കൊടുക്കുന്നത് ഈ കാലമാണ് എന്നർത്ഥം. ധർമാധർമ്മ വിനിർണയവും കാലസ്വഭാവമാണ്. ഒരേ ഒരു വിഷയം തന്നെ ചില കാലങ്ങളിൽ ധർമ്മമായും മറ്റു ചില കാലങ്ങളിൽ അധർമ്മമായും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. കാലം സർവഭൂതങ്ങളെയും ചരാചരങ്ങളെ ആകമാനം ക്രമേണ ക്ഷയിപ്പിക്കുന്നു എന്ന് നിരുക്ത വ്യാഖ്യാനം. അപ്രകാരമുള്ള കാലത്തിന്റെ നിയന്താവാണ് ഈശ്വരൻ. ഈശ്വരനൊഴികെ സർവരും കാലത്തിനധീനരും, ഈശ്വരൻ മാത്രം കാലത്തിനതീതനും തന്നിമിത്തം കാലസ്വരൂപനുമാകുന്നു. ഭഗവാൻ കാലസ്വരൂപനാണെന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് ആ ശ്ലോകത്തിൽ തുടർന്നുള്ള വിശേഷണങ്ങളിലൂടെ കുന്തിദേവി സമർത്ഥിച്ചത്. വിഷ്ണു ഭഗവാൻ കാലസ്വരൂപനാണ് എന്നത് വായുവാദി പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഈശാനനാണ്. സർവഭൂത നിയന്ത്രിത്വാൽ ഈശാനഹ എന്ന് സഹസ്രനാമ ഭാഷ്യത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നു. സർവചരാചരങ്ങളുടെയും നിയന്താവായ ഈശാനനാണ് ഭഗവാൻ. ഭഗവാൻ അനാദിനിധനനും വിഭുവുമാണ്. അനാദിനിധനം എന്നതിന് ഷഡ്വികാരവർജിതം എന്ന് സഹസ്രനാമഭാഷ്യം. ഷഡ്ഭാവങ്ങൾ ഭൗതിക വസ്തുക്കൾക്കല്ലാതെ ഈശ്വരനിലില്ല എന്നർത്ഥം. വിവിധം ഭാതീതി വിഭു എന്ന വിഭുശബ്ദത്തിന്റെ വാക്കിന്റെ വ്യാഖ്യാനം. ഹിരണ്യഗർഭൻ തുടങ്ങിയ രൂപങ്ങളിലൂടെ വിവിധമായി ശോഭിക്കുന്നത് കൊണ്ട് വിഭു എന്ന് പറയുന്നു. ഭഗവതിച്ഛ എന്താണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് കുന്തിദേവി 29-ാം ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. നവേദ കശ്ചിൽ ഭഗവംശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിദ്ദയിതോസ്തി കരിഹിചിത് ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, നൃണാം മനുഷ്യരുടെ പ്രവൃത്തികളെ, വിഡംബനം അനുകരണത്തെ, ഈഹമാനസ്യ തവ ചികീർഷിതം ഇച്ഛിക്കുന്ന അങ്ങയുടെ ഇംഗിതം എന്തെന്ന് കശ്ചിൽ നവേദ ആരും അറിയുന്നില്ല. യസ്യ യാതൊരുവന് കശ്ചിൽ ആരെങ്കിലും ദയിത പ്രിയനായോ ദ്വേഷ്യ ച അപ്രിയനായോ കരിഹിച്ചിൽ ഒരിക്കലും ന അസ്തി ഇല്ല. യസ്മിൻ യാതൊരുവങ്കൽ നൃണാം മനുഷ്യർക്ക് വിഷമാമതി ഭേദഭാവന ഉണ്ട്. കുന്തിദേവി പറയുന്നു, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അവിടുന്ന് മനുഷ്യസ്വരൂപം സ്വീകരിച്ച് അവതരിക്കുന്നു, മനുഷ്യന്റെ പ്രവൃത്തികളെ അനുകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പലപ്പോഴും ജനങ്ങൾ അങ്ങയെ മനുഷ്യനായി തന്നെ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ അങ്ങയുടെ ഇച്ഛ എന്ത് എന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. ചിലരെ അനുഗ്രഹിക്കുന്നു, ചിലരെ നിഗ്രഹിക്കുന്നു. ഇത് ജനങ്ങളിൽ അങ്ങയെക്കുറിച്ചൊരു ഭേദബുദ്ധി ഉളവാക്കുന്നു. വാസ്തവത്തിൽ അങ്ങയ്ക്ക് ഭേദബുദ്ധിയില്ല എന്നുള്ളതാണല്ലോ യഥാർത്ഥം. അവിടത്തേക്ക് പ്രിയനായോ അപ്രിയനായോ ആരും ഇല്ല. എങ്കിലും ജനങ്ങൾക്ക് അങ്ങയിൽ വിഷമമായ മതി ഉളവാകുന്നു. അത് അജ്ഞാനം കൊണ്ടാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്.
വിഡംബനം എന്ന പദത്തിന് അനുകരണം എന്നർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു മനുഷ്യരുടെ പ്രവൃത്തികളാണ് അനുകരിച്ചത്. ചിലരോട് സ്നേഹമുണ്ടെന്നും മറ്റു ചിലരോട് ശത്രുത്വമുണ്ടെന്നും അവിടുന്ന് ഭാവിച്ചു. ഭഗവാന്റെ ഇത്തരത്തിലുള്ള ബാഹ്യപ്രകടനങ്ങളുടെ ഫലമായി ആന്തരഭാവം എന്തെന്ന് സാധാരണ ജനങ്ങൾക്ക് ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടേക്ക് യഥാർത്ഥത്തിൽ സർവരോടും സമഭാവനയാണ്. മിത്രമില്ല, ശത്രുവില്ല. ശത്രുക്കളെന്ന് ധരിച്ചു വച്ചിട്ടുള്ള പൂതന, ശിശുപാലൻ മുതലായവർക്ക് പോലും അങ്ങ് പരമമായ സൽഗതിയാണ് നൽകിയിട്ടുള്ളത്. ദുഷ്ടന്മാർ പരസ്പരം മത്സരിക്കുന്നതിന് അവരവർ തന്നെയാണ് കാരണം, അല്ലാതെ ഈശ്വരൻ ഉത്തരവാദിയല്ലെന്നും കലഹബുദ്ധി അതാത് ജീവജാലങ്ങളിൽ സ്വയം ഉദയം കൊള്ളുന്നതാണെന്നും മറ്റുമുള്ള തത്വങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വേദാന്ത സൂത്രങ്ങളുടെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ ഇക്കാര്യം സമർത്ഥിച്ചിട്ടുണ്ട്. ഈശ്വരൻ ചിന്തിച്ചു തന്നെയാണ് സൃഷ്ടി നടത്തുന്നത്. പരിഗണന ധർമാധർമ്മങ്ങൾക്കാണ്. അതാണ് വിവിധ സൃഷ്ടികൾക്ക് കാരണം. അല്ലാതെ അത് ഈശ്വരന്റെ തെറ്റായി കാണേണ്ടതില്ല. മഴ പോലെയാണ് ഈശ്വരന്റെ വ്യാപാരം എന്ന് ഇവിടെ പറയാം. മഴ സാമാന്യ കാരണമെന്നല്ലാതെ നെല്ലു നെല്ലായും ഗോതമ്പ് ഗോതമ്പായും മുളയ്ക്കുന്നത് അതാത് ബീജത്തിന്റെ വ്യത്യാസം കൊണ്ടാണ്. ഈ വ്യത്യാസത്തിന് മഴ ഉത്തരവാദിയല്ല. അതുപോലെ ഈശ്വരൻ, ദേവർ, മനുഷ്യർ എന്നിവരെ സൃഷ്ടിക്കുന്നു. അവർ തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം അവരിൽ ലീനമായി കിടക്കുന്ന ധർമാധർമ്മങ്ങളുടെ, അതായത് കർമ്മവാസനകളുടെ വ്യത്യാസമാണ് എന്നർത്ഥം. ഭഗവാന്റെ വിവിധ ജോനികളിലുള്ള അവതാരങ്ങൾ വളരെ അത്ഭുതകരമാണ് എന്ന് അനുസ്മരിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. ജന്മ കർമ്മ ച വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മന തിര്യങ്ങൃഷിഷു യാദസ്സു തദത്യന്ത വിഡംബനം. ഹേ വിശ്വാത്മൻ, അല്ലയോ വിശ്വത്തിന്റെ ആത്മാവായവനെ, അജസ്യ ജന്മമില്ലാത്തവനും അകർത്തുഹു കർമ്മമില്ലാത്തവനും ആയ ആത്മനഃ ആത്മാവിന് തിര്യക് ഋഷിഷു തിര്യക്കുകൾ, മനുഷ്യർ, ഋഷികൾ, യാദസ്സു ജലജീവികൾ എന്നിവയിൽ ജന്മ കർമാച യൽ തത് ജന്മവും കർമ്മവും ഭവിക്കുക എന്നത് അത്യന്ത വിഡംബനം, വലിയ അനുകരണമത്രേ. അല്ലയോ പ്രപഞ്ചസ്വരൂപിയായുള്ളതേ ഭഗവാനെ, ജന്മമോ കർമ്മമോ ഇല്ലാത്തവനാണെങ്കിലും തിര്യക്കുകളിലും മനുഷ്യരിലും ഋഷികളിലും ജലജീവികളിലുമുള്ള അങ്ങയുടെ അവതാരവും അവയ്ക്ക് അനുസൃതമായ കർമ്മവും വളരെ അത്ഭുതത്തോടും വൈഭവത്തോടും കൂടിയതായ ലീലാവിലാസം തന്നെ. മനുഷ്യനായി മാത്രമല്ല ഭഗവാൻ അത്ഭുത സ്വരൂപമായ അവതാരലീലകൾ ആടുന്നത് എന്ന് പറഞ്ഞു ഇവിടെ. ആസ്താം താവൽ മനുഷ്യവിഡംബനസ്യ വാർത്ത തിര്യഗാദിഷു തവ ജന്മാതി വിഡംബനം അത്യാശ്ചര്യജനകമിത്യാഹ ജന്മേതി. ശ്രീമദ് ഗിരിധരാചാര്യർ ബാലപ്രബോധിനിയിൽ ഇങ്ങനെ പറയുന്നു. മനുഷ്യാനുകരണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, തിര്യഗാദി ജീവജാലങ്ങളിൽ പോലും അങ്ങ് അവതാരമെടുത്ത് അതിമനോഹരമായ രീതിയിൽ അനുകരണ സ്വഭാവത്തിലുള്ള പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നു. അത് വളരെയധികം ആശ്ചര്യകരമല്ലാതെ എന്തു പറയാൻ. തേ അജസ്യ ജന്മ അകർത്തുഹു കർമ്മ തിര്യക്ഷു വരാഹാദിരൂപേണ നൃഷു രാമാദിരൂപേണ ഋഷിഷു വാമനാദിരൂപേണ യാദസ്സു മത്സ്യാദിരൂപേണ എന്നിങ്ങനെ ശ്രീധരീയം. ജനനമരണങ്ങൾക്ക് അതീതനായ അവിടുന്ന് ജനനമെടുക്കുന്നു. അതെന്തൊരത്ഭുതം! ഒരു കർമ്മവും അനുഷ്ഠിക്കേണ്ടതില്ലാത്തവനായ അവിടുന്ന് അനേകം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ആ അനുകരണവും അത്യത്ഭുതം തന്നെ. തിര്യക്കുകളെന്നാൽ പക്ഷിമൃഗാദിവർഗം എന്നർത്ഥം. ഇവിടെ വരാഹാവതാരം മുതലായവ, മനുഷ്യാവതാരം ശ്രീരാമാദി അവതാരങ്ങൾ, ഋഷികളായുള്ള അവതാരം വാമനാദി അവതാരങ്ങൾ. വിഡംബനമെന്ന പദത്തിന് മുൻ ശ്ലോകത്തിൽ അനുകരണമെന്ന അർത്ഥം കൽപ്പിച്ചു. വിഡംബനമെന്നാൽ വൈഭവത്തോടുകൂടിയ കളി, മറ്റൊരു രൂപം കൈക്കൊള്ളൽ ഇത്യാദി അനേകം അർത്ഥങ്ങൾ ശബ്ദധാരാവലിയിൽ കാണാം. ഇവിടെ ലീലാവിലാസം എന്നർത്ഥം. ഭഗവാന്റെ അനുകരണ പാടവത്തിനും സീമകളില്ല. തന്നിമിത്തം ജനങ്ങൾ വളരെയധികം വ്യാമോഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം കാണിക്കുന്നു 31-ാം ശ്ലോകത്തിൽ. ഗോപ്യാദദേ ത്വയി കൃതാഗസിദാമ താവത് യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീരപിയദ്വിഭേരി. ത്വയി കൃതാഗസി, അങ്ങുന്ന് അപരാധം ചെയ്തപ്പോൾ ഗോപി യശോദ ദാമ ആദദേ
എപ്പോൾ കയർ എടുത്തുവോ താവത് അപ്പോൾ അശ്രുകലില അഞ്ജന സംഭ്രമ അക്ഷം, കണ്ണുനീർ കൊണ്ട് കലങ്ങിയ മഷിയോടുകൂടിയ സംഭ്രമമുള്ള കണ്ണുകളോടെ വക്രം നിനീയ മുഖം കുനിച്ച് ഭയഭാവനയാ ഭയം അഭിനയിച്ചുകൊണ്ട് സ്ഥിതസ്യ നിന്ന തേ യാ ദശ അങ്ങയുടെ യാതൊരു അവസ്ഥയുണ്ടോ സാ ദശ ആ അവസ്ഥ മാം വിമോഹയതി എന്നെ മോഹിപ്പിക്കുന്നു. യത് യാതൊരുവങ്കൽ നിന്ന് ഭീഹി അഭിബിഭേരി മൂർത്തിമത്തായ ഭയം പോലും ഭയപ്പെടുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങ് ഒരു അപരാധം ചെയ്തപ്പോൾ യശോദ കയറെടുത്ത് ഉരലിൽ ബന്ധിക്കാനൊരുങ്ങി. അപ്പോൾ അങ്ങയ്ക്കുണ്ടായ ഭയാശങ്ക വർണ്ണിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളതാണ്. കണ്ണുനീരിൽ കലങ്ങിയ കൺമഷിയോടുകൂടി ഭയം കൊണ്ട് കണ്ണുകൾ ചലിപ്പിച്ച് മുഖം താഴ്ത്തി അമ്മയുടെ ശിക്ഷയെ ഭയന്നുകൊണ്ടുള്ള ഒരു നിൽപ്പ് ഉണ്ടായി. അതാലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വ്യാമോഹം ജനിക്കുന്നു. അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്ത്? മൂർത്തിമത്തായ ഭയം പോലും ഭയപ്പെടുന്ന സാക്ഷാൽ പരബ്രഹ്മമാണ് അവിടുന്ന്. അപ്രകാരമുള്ള അങ്ങയുടെ ഭയാഭിനയം അത്ഭുതകരം, അചിന്യം, അനിർവചനീയം എന്നൊക്കെയേ അഭിപ്രായപ്പെടാൻ സാധിക്കുന്നുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകളിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രകരണമാണല്ലോ ഉലൂഖലബന്ധനം. ദശമസ്കന്ധം 9-ാം അധ്യായത്തിൽ ഇത് വർണ്ണിക്കുന്നു. ഒരിക്കൽ ദാസിമാരെല്ലാവരും മറ്റു പല ജോലികളിലും വ്യാപൃതരായിരുന്ന സമയത്ത് യശോദാദേവിക്ക് സ്വയം തൈർ കടയേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അമ്മയുടെ മുല കുടിക്കാനായി ആഗ്രഹിച്ചു കൊണ്ടുവന്ന് ചേർന്ന ഉണ്ണികൃഷ്ണനെ യശോദാദേവി മടിയിൽ കിടത്തി സ്തന്യപാനം ചെയ്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. അടുക്കളയിൽ പാൽ പതഞ്ഞു പോകുന്ന ശബ്ദം കേട്ട് യശോദ ഉണ്ണികൃഷ്ണനെ നിലത്തെടുത്തു വെച്ച് അടുക്കളയിലേക്ക് പോയി. ഉണ്ണികൃഷ്ണന് ദ്വേഷ്യം വന്നു. എന്തായി അമ്മ കാണിക്കേണ്ടത്? എന്നേക്കാൾ സ്നേഹം അമ്മയ്ക്ക് അടുപ്പത്തിരിക്കുന്ന പാലിനോടോ? എന്നാൽ അതൊന്ന് കാണിച്ചു കൊടുക്കാം. ഒരു കല്ലെടുത്തു കൊണ്ടുവന്ന് തൈർക്കുടം തച്ചുടച്ച് തൈരെല്ലാം 4 ഭാഗത്തുമായി പരത്തി ഒഴുക്കി ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് മാറിപ്പോയി ഒരു സ്ഥലത്ത് ഉരലിന്മേൽ കയറി അങ്ങനെ ഇരുന്നു. അടുക്കളയിലെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്ന യശോദാദേവി കണ്ടത് ഉടഞ്ഞുകിടക്കുന്ന തൈർക്കലവും 4 ഭാഗം പരന്നു കിടക്കുന്നതായ തൈരും ആണ്. ഉണ്ണികൃഷ്ണനെ ഒട്ട് കാണാനുമില്ല. യശോദയ്ക്ക് ദേഷ്യം വന്നു. ആഹാ, ഇങ്ങനെ പടുവികൃതിയായി തീർന്നിരിക്കുന്നുവോ തൻ്റെ മകൻ? ഗോപികമാർ പലപ്പോഴും ഉണ്ണികൃഷ്ണന്റെ വികൃതികളെക്കുറിച്ച് യശോദയോട് പരാതിപ്പെടാറുണ്ട്. തൈർക്കലം തച്ചുടയ്ക്കുന്നു, വെണ്ണാപാല തുടങ്ങിയവ മോഷ്ടിക്കുന്നു, പശുക്കളെ കയറഴിച്ചു വിടുന്നു, കുട്ടികളെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെ വികൃതി കാട്ടുന്ന കൃഷ്ണനെ വേണ്ട രീതിയിൽ ഒന്ന് ശിക്ഷിച്ച് നേരെയാക്കണം എന്നൊക്കെ ഗോപികമാര് അപ്പോഴപ്പോൾ പറയാറുണ്ട്. തായാട്ടുകാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം. എന്നാൽ അതൊന്നും കേട്ടിട്ടും യശോദയ്ക്ക് ആ സമയത്തൊന്നും ഉണ്ണികൃഷ്ണനെ ഒന്ന് ശിക്ഷിക്കണമെന്ന് തോന്നിയിട്ടില്ല. നഹ്യുപാലബ്ധുമൈച്ഛൽ എന്നങ്ങനെ ശ്രീശുകൻ അവിടെ പറയുന്നു. ഉണ്ണിയെ ഒന്ന് ശകാരിക്കാൻ പോലും യശോദയ്ക്ക് തോന്നിയില്ല എന്നർത്ഥം. ഇപ്പോൾ യശോദയ്ക്ക് അത് അനുഭവമായി തീർന്നപ്പോൾ ഉണ്ണികൃഷ്ണനെ ഒന്ന് ശിക്ഷിക്കണമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. ഒരു കയറും എടുത്തുകൊണ്ടുവന്ന് ഉണ്ണിയെ കെട്ടിയിടാനായിട്ട് ഉണ്ണിയിരിക്കുന്ന ഉരലിന്റെ അടുത്തേക്ക് ദ്വേഷ്യത്തോടുകൂടി നോക്കിക്കൊണ്ട് യശോദ വന്നു ചേർന്ന സമയത്ത് യശോദയുടെ മുഖത്തേക്ക് ഭഗവാൻ ഒന്നങ്ങനെ നോക്കേണ്ടതായിട്ടുണ്ട്. അയ്യോ അമ്മേ, എന്നെ അടിക്കരുതേ, എന്നെ കെട്ടിയിടരുതേ, അമ്മയുടെ ഈ വരവ് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു എന്ന നാട്യത്തിൽ മുഖത്ത് ഭയം അഭിനയിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. കുന്തിദേവിയുടെ അനുസ്മരിക്കുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ സമയത്ത് ഭയം അഭിനയിച്ചു കൊണ്ടുള്ളതായ ആ ഒരു സ്ഥിതി ഉണ്ടല്ലോ, അത് അത്ഭുതകരവും ആകർഷകവുമായി തീർന്നിരുന്നു. ഞാനത് ഇപ്പോഴും ഓർമ്മിക്കുന്നു. വാസ്തവത്തിൽ ഭയം പോലും അങ്ങയെ പേടിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് ഭയം അഭിനയിച്ചു കാണുമ്പോൾ കഠിനമായ മഞ്ഞുകൊണ്ട് തണുത്തു വിറച്ച ഒരു തീക്കനൽ ഇതാ തണുപ്പ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, എന്തൊരു വൈരുദ്ധ്യാണ് അല്ലേ? തീക്കനലിന് എപ്പോഴെങ്കിലും തണുപ്പ് അനുഭവപ്പെടുമോ? ഭയം പോലും പേടിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാന് എപ്പോഴെങ്കിലും ഭയം മനസ്സിൽ ഉണ്ടാവുമോ? എന്നാൽ ഒരു മനുഷ്യ ശിശുവിന്റെ രീതിയെ അനുകരിച്ച് അവിടുന്ന് ഭയം അഭിനയിച്ചു. ഇതാണ് മുൻ ശ്ലോകത്തിൽ സൂചിപ്പിക്കപ്പെട്ട അത്യന്ത വിഡംബനം എന്ന അവസ്ഥ. ഭീരവിയദ്ബിഭേദി എന്ന വാക്യത്തിലടങ്ങിയ തത്വം ഉപനിഷത്തുക്കളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭീഷാസ്മാദ് വാതഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി.
തൈത്തിരീയ ഉപനിഷത്തിലെ വാക്യമാണ് ഇത്. ബ്രഹ്മത്തെ ഭയന്ന് കാറ്റ് വീശുന്നു, സൂര്യൻ ഉദിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നു, ഇന്ദ്രൻ സ്വകൃത്യം നിർവഹിക്കുന്നു. ഈ നാലിനും പുറമെ അഞ്ചാമതായി മൃത്യുദേവൻ ജീവാവസാന കാലത്ത് ജീവികളെ സമീപിക്കുന്നതും ബ്രഹ്മഭയം ഹേതുവായി തന്നെ എന്നിങ്ങനെ ഈ ഉപനിഷത് വാക്യത്തിന്റെ അർത്ഥം. മൃത്യു പോലും ഭയപ്പെടുന്ന ബ്രഹ്മമായ ശ്രീകൃഷ്ണ ഭഗവാൻ കേവലം ഒരിടയപ്പെണ്ണായ യശോദയെ ഭയപ്പെടുന്നു. എന്തൊരു വിരോധാഭാസം! ജനങ്ങളെ വ്യാമോഹിപ്പിക്കാൻ ഇതിലുപരി എന്തു പ്രവൃത്തിയാണ് വേണ്ടത്? ഇനി അടുത്ത 4 ശ്ലോകങ്ങളിലായി കുന്തിദേവി ശ്രീകൃഷ്ണാവതാരോദ്ദേശം വിശദീകരിക്കുന്നു. ഈ 4 ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണാവതാര പ്രയോജനത്തിന്റെ വിശദീകരണങ്ങളാണ് എന്ന് ശ്രീധരാചാര്യർ 2-ാം അധ്യായം 34-ാം ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് നാം അവിടെ അനുസ്മരിച്ചിട്ടുമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ കേരളവാണിയുടെ 58-ാം ഭാഗത്തിൽ അപഗ്രഥനം ചെയ്യാം. 57-ാം ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു. വിരാമസ്ഥാവൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.